നമസ്കാരം. വിഷുമായ സോമ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ കഷ്ടപ്പെട്ടിട്ട് പണിയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പേഴ്സിലൊന്നും പണം നിൽക്കാറില്ല. അത് പെട്ടെന്ന് തന്നെ തീർന്നു പോവുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അതിന് കാരണം നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളാണ്. ഏറ്റവും പ്രധാനമായ കാരണം എന്ന് പറയുന്നത് നമ്മൾ പേഴ്സ് നന്നായി വൃത്തിയായി സൂക്ഷിക്കണമെന്നാണ്. അത് പൊട്ടിയതോ കീറിയതോ ആയുള്ള പേഴ്സുകളാണോ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് ആവശ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പല സാധനങ്ങൾ പേഴ്സിൽ സൂക്ഷിച്ചു വെക്കുന്നത്. നല്ലതല്ല. അതുപോലെ നമ്മുടെ പേഴ്സിൽ ആവശ്യമുള്ള വസ്തുക്കൾ പ്രധാനമായും പണം തന്നെയാണ്. അല്ലാതെ ബില്ലുകളോ പേപ്പറുകളോ മറ്റു സാധനങ്ങളൊക്കെ പേഴ്സിൽ വെക്കുന്നത് നല്ലതല്ല. ഇത് വാസ്തുപ്രകാരം നല്ലതല്ല. അതുപോലെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത്. അതേസമയം മറ്റു ചില സാധനങ്ങൾ വെച്ചാൽ പേഴ്സിൽ എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും പണം നിറയാനും സഹായിക്കുന്നു. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാസ്തുപ്രകാരം സമ്പത്ത് വർദ്ധിപ്പിക്കാനും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നതിനുമായി വ്യാഴാഴ്ച ദിവസം നിങ്ങളുടെ പേഴ്സിൽ മഞ്ഞൾ നിറമുള്ള അരി സൂക്ഷിക്കുക. ഇത് കടലാസിലോ തുണിയിലോ പൊതിഞ്ഞതിന് ശേഷം പേഴ്സിൽ വെക്കുന്നത് പണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു എന്നാണ്. കൂടാതെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സിൽ ഒരു ചെറിയ ചതുര വെള്ളി കഷ്ണം കരുതുക. ഇത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരികയും ചെയ്യുമെന്നാണ് വിശ്വാസം. കൂടാതെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ ഒരു ചിത്രം പേഴ്സിൽ വയ്ക്കുന്നത് നല്ലതാണ്. ഫോട്ടോ കേടുവരാത്തതാവാൻ ശ്രദ്ധിക്കണം. ഇത് സമ്പത്തിനെ ആകർഷിക്കുന്നു എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ നിങ്ങളുടെ പേഴ്സിൽ ഒരു ചെറിയ ഗോമതി ചക്രം സൂക്ഷിക്കുന്നതും ശുഭകരമായി കാണുന്നു. ഇത് ശമ്പളം വർധനവിനും കടത്തിൽ നിന്നുള്ള മോചനത്തിനും കൂടാതെ ബുധനാഴ്ചകളിൽ നിങ്ങളുടെ പേഴ്സിൽ 2 പച്ച ഏലയ്ക്ക സൂക്ഷിക്കുന്നതും നല്ലതാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ പേഴ്സിൽ പണം എപ്പോഴും ഉണ്ടാവുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി ഐശ്വര്യമുണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.